ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു മുഖക്കുരു മാറാനുള്ളൊരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ 3 ഇലകൾ പറമ്പിലേക്ക് ഇറങ്ങിയിട്ട് പറിച്ചുകൊണ്ട് വന്ന് വെച്ചിട്ടുണ്ട്. അതായത് വെറ്റിലയാണ് ആദ്യത്തേത്. അപ്പോൾ വെറ്റില 2 തരമുണ്ട്. ചെറിയ വെറ്റിലയുമുണ്ട്, ചെറിയ ഇലയുള്ളതുകൊണ്ട് വലിയ ഇലയുള്ളതുമുണ്ട്. അപ്പോൾ നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ചെറുതെടുത്തിരിക്കുന്നതുകൊണ്ട് 2 എടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ നമുക്ക് 1 മതി. പിന്നെ അതുപോലെ ഒരല്പം തുളസിയൊക്കെ ഇപ്പോൾ മഴയൊക്കെ പെയ്ത് ചെറിയൊരു തൈയാണ് നമുക്കുള്ളത്, മറ്റേത് പോയി. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി ഇല എടുത്തിട്ടുള്ളൂ, കുറച്ചുകൂടി നമുക്ക് ഇലകൾ എടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പിലയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ അളവ് ഒരേപോലെ തന്നെ എടുത്തിരിക്കുന്നതാണ്. നമ്മളിപ്പോൾ കൂട്ടിയെടുക്കുന്നുണ്ടെങ്കിൽ എല്ലാത്തിൻ്റെ അളവ് കൂട്ടിയെടുക്കാം. ഇപ്പം ഞാൻ വെറ്റിലേക്ക് ഒന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ബാക്കി ഇലകൾ ചെറിയ ഇലകളായതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം നമ്മൾ കുറച്ച് വെള്ളത്തിൽ ഈ ഇലകൾ ഇട്ടൊന്ന് തിളപ്പിക്കുകയാണ് വേണ്ടത്. അപ്പോൾ വെള്ളം തിളച്ച് വരുന്നുണ്ട്. ഞാൻ കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടല്ല ചെയ്യുന്നത്, കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മളൊരല്പം ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ട് നന്നായിട്ട് തിളപ്പിച്ച് എടുക്കുകയാണ് ചെയ്യേണ്ടത്. ജീരകത്തിൻ്റെ അളവെന്ന് പറഞ്ഞാൽ ഒരു 1/2 സ്പൂണൊക്കെ ഇടാം. കാര്യം ജീരകവും നമ്മുടെ ഈ മുഖക്കുരു അതുപോലുള്ള കാര്യങ്ങളെയൊക്കെ തടയാനായിട്ട് സഹായിക്കുന്നതാണ്. അപ്പം നമുക്ക് ഇതുപോലെ ഇപ്പോൾ ഇലകളില്ലാന്ന് ഓർത്തിട്ട് നമുക്ക് വിഷമിക്കേണ്ട. നമ്മുടെ കയ്യിലുള്ള തുളസിയിലയും കറിവേപ്പിലയൊക്കെ എല്ലാവർക്കും കിട്ടുന്നതാണല്ലോ, അത് നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ വെറ്റില ഇല്ലെങ്കിലും ബാക്കിയുള്ള ഇലകളും അതേപോലെ തന്നെ ജീരകവും ചേർത്തിട്ട് മാത്രമായിട്ട് നമുക്ക് ഇതേപോലെ തിളപ്പിച്ചെടുത്തിട്ട് കുറച്ച് വെള്ളം മാത്രമായിട്ട്, ഞാനിപ്പോൾ വളരെ കുറച്ച് വെള്ളം മാത്രമാണ് വെച്ചിട്ടുള്ളത്. കുറച്ചുകൂടി വേണമെങ്കിൽ വെക്കാം കേട്ടോ. എന്നാൽ ഒത്തിരി കൂടി പോകണ്ട. അപ്പോൾ ആ കുറച്ച് വെള്ളമാണെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുത്തിട്ട് ഈ മുഖക്കുരു ഉള്ള പാട്ടിൽ നമുക്ക് പുരട്ടാനായിട്ട് ഉപയോഗിക്കാം. ഞാനിപ്പോൾ ചെറുതായിട്ടൊരു പാക്ക് പോലെയാണ് ഇപ്പോൾ തൽക്കാലം ഉണ്ടാക്കുന്നത്. ഇത് മാത്രമായിട്ട് നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ഉള്ളതാണ്. ഇതൊരു പാക്ക് പോലെ ഇടാനായിട്ട് നമ്മളിവിടെ മിക്സ് ചെയ്തെടുക്കുന്നത് കസ്തൂരി മഞ്ഞളുടെ പൊടി ഉപയോഗിച്ചിട്ടാണ്. ഇതല്ലെങ്കിൽ മുട്ടാൻമുട്ടിയുടെ പൊടി അല്ലെങ്കിൽ ഗോതമ്പ് പൊടി എടുക്കാവുന്നതാണ് കേട്ടോ. അതിലേക്ക് ഈ ഒരു വെള്ളം ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ മുഖക്കുരുവുള്ള ഭാഗത്ത് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് ഉണങ്ങുന്ന സമയത്ത് നമ്മളത് വെള്ളം ഉപയോഗിച്ചിട്ടൊന്ന് തുടച്ച് മാറ്റിയതിന് ശേഷം വീണ്ടും നമ്മുടെ കയ്യിലുള്ള ഈ പേസ്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് ദിവസത്തിൽ പല പ്രാവശ്യം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുഖക്കുരു വലുതാകുന്ന ആ ഒരു പ്രോസസ്സ് മാറിക്കിട്ടും. അത് ചുരുങ്ങി പോകുന്നതാണ് കേട്ടോ. നമ്മൾ ഇന്ന് യൂസ് ചെയ്ത ഇലകൾ എപ്പോഴും എല്ലാവർക്കും കിട്ടണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് ലഭ്യമാകുന്ന അവസരത്തിൽ ഇപ്പോൾ 2 ഇലകളാണ് നമ്മുടെ കയ്യിൽ, 2 ടൈപ്പ് ഇലകളാണ് നമ്മുടെ കയ്യിലുള്ളെങ്കിൽ ആ 2 ടൈപ്പും എടുത്ത് തുല്യളവിലെടുത്തിട്ട് കഴുകി ഉണക്കി വയ്ക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫേസ് പാക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഒക്കെ ഈ ഒരു ഇലകളുടെ പൊടി കൂടി ചേർത്തിട്ടുണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് മുഖക്കുരു വരുന്നതിൽ നിന്ന് തന്നെ സംരക്ഷണം കിട്ടുന്നതാണ് കേട്ടോ. വന്നിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യാൻ നിൽക്കുന്നതിന് പകരം വരാതിരിക്കാനുള്ള കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ടിപ്സുകൾ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയുക കേട്ടോ കമൻറ്റിലൂടെ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുകൂടി സെലക്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.